ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന വല്ലാത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങളുടെ ദൈവത്തോടെ ഈശോയെ സ്തോത്രം ചെയ്യുന്നു. ഈശോയെ അവിടുത്തെ പരിശുദ്ധമായ പരിപാലനയാൽ ഇന്ന് വിവാഹിതരാകുവാൻ പോകുന്നതായി മക്കളെ അവിടുത്തെ സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിറയ്ക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭവനത്തിലേക്ക് മുഴന്ന് വർഷിക്കണമേ. അഥവാ ഈശോയെ അങ്ങനെയുള്ള വിശ്വാസവും സ്നേഹവും കൂടുതൽ ആഴത്തിൽ വർദ്ധിച്ചുകൊണ്ട് ഇവരുടെ ജീവിതം ധന്യമാക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. നല്ല കാലാവസ്ഥ ഈ സമയം വരെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈശോയെ ഞങ്ങളെ യാത്രയിൽ യാതൊരു ആപത്തും അപകടങ്ങളും ഞങ്ങൾക്ക് സംഭവിക്കാതെ അവിടുത്തെ പരിശുദ്ധമായ തൃക്കരങ്ങൾ അവിടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. തുടർന്ന് ഇവരുടേതായ വിവാഹകർമ്മം ആശീർവദിക്കുന്നതായ സമയത്ത് ഈശോയെ അങ്ങാണല്ലോ ഇവരുടെ മധ്യത്തിലുള്ളത്. നല്ല ഈശോ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാ മധ്യത്തിൽ അവിടുന്ന് അവർക്ക് സഹായകനായിട്ട് അവർക്ക് വഴികാട്ടിയായിട്ട് നിത്യം അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ദൈവമായിട്ട് അവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ അവിടുന്ന് എഴുതുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തൊന്നുകൂടി അങ്ങേക്ക് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയാണ്. പരിശുദ്ധിയായ അമ്മയുടെ മധ്യസ്ഥവും അമ്മയുടേതായ സഹായവും ഈ എല്ലാ സമയത്തും ഈ കുടുംബത്തിനുണ്ടായിരിക്കണമേ. അവിടുന്ന് കാനായിലെ കല്യാണത്തിൽ വെച്ച് ആ വീഞ്ഞ് തീർന്നു പോയതായ സമയത്ത് ആ കുടുംബനാഥൻ്റെതായ വിഷമം സ്ഥിതി മനസ്സിലാക്കിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സമയമാകാഞ്ഞിട്ട് പോലും സ്വന്തം പുത്രനോട് അവരുടെ പ്രയാസത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു കൊടുത്ത മാതാവാണല്ലോ. ഈ കുടുംബത്തിലെയും പ്രത്യേകമായിട്ട് വിവാഹിതരാകുവാൻ പോകുന്ന ഈ മക്കളുടേതായ കുടുംബജീവിതത്തിലും ഉണ്ടാകുന്ന കുറവുകളുടെയും പോരായ്മകളുടെയും ബലഹീനതകളുടെയും എല്ലാ നിമിഷത്തിൽ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്ന അമ്മയായിട്ട് ഇവരുടെ കുടുംബജീവിതത്തിൽ അമ്മ അവരുടെ പ്രത്യേക അമ്മയായിട്ടായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടന്ന പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ഉമ്മയും ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവും പുത്രനും ആത്മാവുമായ സ്തുതി. സമാധാനത്തിന്റെ രാജ്ഞി കർത്താവായ ഈശോയെ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ഈശോയെ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ ഈശോയെ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കുടുംബം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യാലയം. ഒരുമയിലുണരും ഹൃദയങ്ങൾ പണിയും ഒരു പുണ്യ ദേവാലയം കുടുംബം. ക്രൈസ്തവ കുടുംബം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യാലയം. ഒരുമയിലുണരും ഹൃദയങ്ങൾ പണിയും ഒരു പുണ്യ ദേവാലയം കുടുംബം. ക്രൈസ്തവ കുടുംബം ദേവാലയം.
നേരം പുലരുമ്പോൾ ഈശ്വര സാന്നിധ്യം തുടിച്ചു നിൽക്കും. ഇവിടെ ഈശ്വര സാന്നിധ്യം തുടിച്ചു നിൽക്കും. ക്രൈസ്തവ കുടുംബം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യാലയം. ഒരുമയിലുണരും ഹൃദയങ്ങൾ പണിയും ഒരു പുണ്യ ദേവാലയം കുടുംബം. ക്രൈസ്തവ കുടുംബം ദേവാലയം. ത്തിൽ നിർമ്മല ബലിയായി അർപ്പിതമാകുന്നു ജീവിതങ്ങൾ. ഈ ആലയത്തിൽ നിർമ്മല ബലിയായി അർപ്പിതമാകുന്നു ജീവിതങ്ങൾ. അവിരാമമിവിടെ തുടരുമിയർപ്പണം ദൈവകൃപാവരം പൊഴിച്ചിടും. ദൈവം സംപ്രീതനായി വസിച്ചിടുന്നു. ക്രൈസ്തവ കുടുംബം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യാലയം. ഒരുമയിലുണരും ഹൃദയങ്ങൾ പണിയും ഒരു പുണ്യ ദേവാലയം കുടുംബം. ക്രൈസ്തവ കുടുംബം ദേവാലയം.
ഒരുവാക്കി ഈ പ്രപഞ്ചം ദൈവം ഒരുക്കിയെന്നതിലെല്ലാം മനുഷ്യനായി ഒരു വാക്കാലുരുവാക്കി ഈ പ്രപഞ്ചം ദൈവം ഒരുക്കിയെന്നതിലെല്ലാം മനുഷ്യനായി മണ്ണിനാലെ മെനഞ്ഞു തൻ ജീവശ്വാസം ഏകി ദൈവം മനുഷ്യനു ജന്മമേകി മണ്ണിനാലെ മെനഞ്ഞു തൻ ജീവശ്വാസം ഏകി ദൈവം മനുഷ്യനു ജന്മമേകി കുടുംബം ദൈവപാലനയിൽ കുരുത്തോരു സൽക്കുടുംബം ഇണയായി തുണയായി തീർന്നവർ തമ്മിൽ സ്നേഹം ചൊരിഞ്ഞ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന തന്നെ അനുഗമിക്കുന്ന അന്തരാഴത്ത് നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശം ലഭിക്കും.
സർവലോകത്തിന്റെ നാഥാമ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. നമ്മെ ആരാധിക്കുവാനും കേൾക്കുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. ദിവസനേശം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങളെ രക്ഷഭാവിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിവാഹം എന്ന പരിശുദ്ധമായ കൂടാശയാൽ പരസ്പരം ബന്ധിതരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ജോസഫും ഏലിയാമയും നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ കർത്താവിന്റെ അവസാനത്തെ സമീപം നിൽക്കുകയാണ്. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലൊന്നാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആശംസകൾ അർപ്പിക്കുവാനും അവരെ അഭിനന്ദിക്കുവാനുമായി നാം എല്ലാവരും ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുകയുമാണ്. ഈ നല്ല മുഹൂർത്തത്തില്, ഈ നല്ല സന്ദർഭത്തില് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തില് ഞാൻ അവർക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അർപ്പിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹവും അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ ധാരാളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രാർത്ഥനയിലൂടെ, കൗതാശ ജീവിതത്തിലൂടെ, ഞായറാഴ്ച ആചരണത്തിലൂടെ, ദൈവജന പാരായണത്തിലൂടെ ആ സ്നേഹബന്ധത്തെ കൂടുതൽ വളർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ തമ്മിലുള്ള സ്നേഹത്തെ നിങ്ങൾ വളരുകയായിരിക്കും ചെയ്തത്. അതുകൊണ്ട് ഇത് മറക്കാതിരിക്കുക. ദൈവത്തെ മറന്ന് ദൈവത്തോടുള്ള സ്നേഹബന്ധവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് തമ്മിൽ ആഴമായ സ്നേഹം ജീവിക്കാമെന്ന് വ്യാപരിച്ചാൽ പലപ്പോഴും പരാജയമാണ്. അതിനുവേണ്ടി ദൈവത്തിന്റെ പ്രമാണങ്ങൾ, കൽപ്പനകൾ പാലിക്കുക. ദൈവത്തിന്റെ ആ തിരുവചനങ്ങൾ വിശുദ്ധഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ വഴികളിൽ നിങ്ങൾക്ക് വെളിച്ചമാണ്, പ്രകാശമാണ്. ദൈവപ്രമാണം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമാണ്. ആ പ്രമാണങ്ങൾ കാത്താൽ ദൈവം നമ്മളെ കാക്കും. അങ്ങനെ ആ ദൈവത്തെ പ്രമാണങ്ങൾ കാത്തുകൊണ്ട് ദൈവത്തിന്റെ ആ വെളിച്ചം കണ്ടുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ആ ജീവിതയാത്ര, ആ തീർത്ഥയാത്ര, ദൈവത്തിന്റെ മുന്നിലേക്കുള്ള യാത്ര നിങ്ങൾ നടത്തുക. ദൈവത്തിന്റെ അനുഗ്രഹവും സഹായവും വെളിച്ചം നിങ്ങളോട് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ തമ്മിലുള്ള സ്നേഹത്തിലും ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ആ മാനസികമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ വിട്ടുവീഴ്ചയോടും ക്ഷമയോടും സ്നേഹത്തോടും ജീവിക്കുന്നവരാണ്. ആ വിട്ടുവീഴ്ച മനോഭാവം, ക്ഷമയൊക്കെ ദൈവത്തോട് നടത്തുന്നവർക്ക് പ്രയാസമായിരിക്കില്ല. ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് നടത്തി ജീവിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നത് ഞാൻ പറയാം. ഈശോനാഥൻ ഔദാശികമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതം എപ്പോഴും സന്ദേശമായിക്കൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ആ വേദനകളും പ്രശ്നങ്ങളുമാകുന്ന ആ കച്ചവടത്തെ സന്തോഷമാകുന്ന ദൈവാനുഗ്രഹമാകുന്ന ആ മന്ദിരച്ചാലായി മാറ്റുവാനായിട്ട് എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ അന്വേഷിക്കുകയും ചെയ്യട്ടെ. ഇവിടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഒരിക്കൽക്കൂടെ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും വിജയങ്ങളും ആശംസിക്കുകയും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.
ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഏലിയാമ്മ എന്നിൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നതും ഏലിയാമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നതും നമ്മുടെ കർത്താവ് ഈശോമിശിഹാ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കുരിശുമണ്ണം വഴി തിരുസഭ പതിവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിൻ്റെ സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിക്കുന്ന ഈ കുരിശിനെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായി താൻ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷവും സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഈ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. കൃപാവരത്തിൻ്റെ അന്വേഷണവസ്തുത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവനായ കർത്താവെ, ഈ മന്ത്രകൂടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ലോകത്തെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവർക്കിടയാകട്ടെ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ നിമിഷത്തിൽ വിശുദ്ധ രഥസാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. Bye.
സ്നേഹിക്കാനായി വിളിച്ചു, സ്വയം ഹോമിക്കാനായി വിളിച്ചു, അർപ്പിക്കുവാൻ വിളിച്ചു, സ്വയം യാഗമാകാൻ വിളിച്ചു. സ്നേഹിക്കാനായി വിളിച്ചു, സ്വയം ഹോമിക്കാനായി വിളിച്ചു, അർപ്പിക്കുവാൻ വിളിച്ചു, സ്വയം യാഗമാകാൻ വിളിച്ചു. അധ്വാനിക്കാൻ വിളിച്ചു, സ്വയം ത്യാഗമാകാൻ വിളിച്ചു, ജീവിക്കുവാൻ വിളിച്ചു, ജീവൻ നൽകുവാനും വിളിച്ചു. അധ്വാനിക്കാൻ വിളിച്ചു, സ്വയം ത്യാഗമാകാൻ വിളിച്ചു, ജീവിക്കുവാൻ വിളിച്ചു, ജീവൻ നൽകുവാനും വിളിച്ചു. സ്വീകരിക്കാൻ വിളിച്ചു, സ്വയം നൽകുവാനും വിളിച്ചു, പങ്കുവെക്കാൻ വിളിച്ചു, സ്വയം ശൂന്യമാകാൻ വിളിച്ചു. സ്വീകരിക്കാൻ വിളിച്ചു, സ്വയം നൽകുവാനും വിളിച്ചു, പങ്കുവെക്കാൻ വിളിച്ചു, സ്വയം ശൂന്യമാകാൻ വിളിച്ചു. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ
നിറ